ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2026 ജൂലൈ സെക്ഷനിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട് അല്ലേ. ജൂൺ മാസത്തിൽ അഡ്മിഷൻ തുടങ്ങിയതാണ്. ഇപ്പോഴും അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പെൻഡിംഗ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് കഴിയുന്നതിന് മുന്നേ ആയിട്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇതൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്ന് കാര്യം അറിയാതെ ഒരുപാട് പ്രഷർ ഫിഷ് സ്റ്റുഡൻസ് ഇപ്പോൾ നിൽക്കുന്നുണ്ടായിരിക്കും. നമുക്കാണെങ്കിലും ഡെയിലി മെസ്സേജസ് വരുന്നുണ്ട് സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ എടുത്തു, ഇനി എന്നാണ് ക്ലാസ് തുടങ്ങുക, ഇനി അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ ഇഗ്നോയിൽ ഫ്രഷ് അഡ്മിഷൻ എടുത്ത ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. ഇഗ്നോയുടെ അഡ്മിഷൻ നമ്മൾ ഓൺലൈനായിട്ടാണ് എടുക്കുന്നത് അല്ലേ. ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിച്ച് ഓൺലൈനായിട്ട് തന്നെയാണ് ഫീസൊക്കെ അടയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അഡ്മിഷൻ കൺഫേം ആവുക എന്നുള്ളതാണ്. ഓക്കെ, അഡ്മിഷൻ കൺഫേം ആവുക എന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് എല്ലാം യൂണിവേഴ്സിറ്റി വെരിഫൈ ചെയ്യും. എല്ലാം ഓക്കെ ആണെങ്കിൽ അഡ്മിഷൻ കൺഫേം ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വേറെ ടഫായിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷനൊക്കെയാണ് സമർപ്പിച്ചിട്ടുള്ളതെങ്കിൽ കറക്റ്റായിട്ട് അഡ്മിഷൻ കൺഫേം ആവും. എത്ര ടൈം എടുക്കും അഡ്മിഷൻ കൺഫേം ആവാം? ഇതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ ജൂൺ മാസത്തിലൊക്കെ ഇഗ്നോയുടെ അഡ്മിഷൻ കൊടുത്ത വിദ്യാർത്ഥികൾക്കൊക്കെ 1-2 ദിവസം കൊണ്ടൊക്കെ കൺഫേം ആയ വിദ്യാർത്ഥികളുണ്ട് കേട്ടോ. കാരണം അന്ന് ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻസ് കൺഫേം ആവാറുണ്ട്. പക്ഷേ ഈ ജൂലൈ മാസത്തിൽ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ജൂലൈ ഓഗസ്റ്റ് സമയം എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് ഡേറ്റ് സമയമാണ്. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂണിവേഴ്സിറ്റിക്ക് ചെല്ലും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻസ് കൺഫേം ആവാനും താമസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കൺഫർമേഷൻ ആയി എന്ന് അറിയാൻ സാധിക്കാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആവുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ടുള്ള രജിസ്റ്റേർഡ് ഇമെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ അഥവാ മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ടാവും കൺഗ്രാറ്റുലേഷൻസ് യുവർ അഡ്മിഷൻ കൺഫേം ആയി. ദെൻ നിങ്ങളുടെ ID കാർഡ് ഉണ്ടാവും, പിന്നെ എൻറോൾമെന്റ് നമ്പർ, നിങ്ങളുടെ സ്റ്റഡി സെന്റർ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു മെയിലിൽ ഉണ്ടാവും. ഓക്കെ, ആ ഒരു മെയിൽ നിങ്ങൾക്ക് റിസീവ് ആയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ ഒഫീഷ്യലി നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ആയി മാറിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ പഠിച്ചു തുടങ്ങാനുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് ഡേ തൊട്ട് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റുഡന്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇഗ്നോ സമർത്ത് അഥവാ ഇഗ്നോ സ്റ്റുഡന്റ് പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ സമർത്ത് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് കിട്ടും. അതിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര്, എൻറോൾമെന്റ് നമ്പർ, പ്രോഗ്രാം കോഡ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ആകും. ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയി അന്നല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ അതിൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ഇൻവാലിഡ് ഡീറ്റെയിൽസ് എന്ന് കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം ന്യൂ ജോയിൻ ആയതുകൊണ്ട് ഡേറ്റ വരാൻ മേ ബി താമസം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അഡ്മിഷനൊക്കെ കൺഫേം ആയി ഒരു 1-2 വീക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ജസ്റ്റ് ഒന്ന് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് സ്റ്റുഡന്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഇതേ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് പറയാം. ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വിത്ത് ടെക്സ്റ്റ് ബുക്ക് ചേർത്തിട്ടുള്ള ഒരു ഫീസ് ആയിരിക്കും യൂണിവേഴ്സിറ്റിയിലേക്ക് അടച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. എത്ര നാളെടുക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ? മുമ്പൊക്കെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ 4 മാസം, 6 മാസം, 1 വർഷമൊക്കെ ടെക്സ്റ്റ് ബുക്ക് കിട്ടാനായിട്ട് ഡിലേ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി കേട്ടോ. ഈ 2026 പെട്ടെന്നാണ് സ്റ്റുഡൻസിന് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കിട്ടുന്നത്. നമ്മുടെ ഇവിടെ ഇൻഫോടെക് ത്രൂ ഈ ഒരു ജൂണിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് ഈ ജൂലൈയിൽ ബുക്കുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരു വിത്തിൻ 1 മന്തിനുള്ളിലൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടാം. എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും 1 മാസത്തിനുള്ളിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടണമെന്നല്ല. അഡ്മിഷൻ കൺഫേം ആയി ചിലപ്പോൾ ഒരു 2-3 മാസമൊക്കെ എടുത്തേക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻസിന്റെ എണ്ണമൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. ഇഗ്നോ യൂണിവേഴ്സിറ്റി ഇന്ത്യ പോസ്റ്റ് ത്രൂ ആണ് രജിസ്റ്റേർഡ് പാഴ്സലായിട്ടാണ് ഈ ഒരു ബുക്കുകൾ അയക്കുന്നത്. അപ്പോൾ ഇന്ത്യ പോസ്റ്റിൽ ഏതൊരു പാഴ്സൽ അവിടെ ബുക്ക് ആവുന്ന സമയത്തും റിസീവറിന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും, ടെക്സ്റ്റ് മെസ്സേജ്. അതുപോലെ ഇഗ്നോ അവിടെ നിന്ന് ബുക്കുകൾ അയക്കുന്ന സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുള്ള ആ നമ്പറിലേക്ക് ഇങ്ങനെ ഒരു പാഴ്സൽ റിസീവ് അവിടെ ബുക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ട്രാക്ക് ചെയ്യുന്ന നമ്പർ ചേർത്ത് ഒരു മെസ്സേജ് വരുന്നതാണ്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇഗ്നോടെ ആണെങ്കിൽ അതിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇന്ത്യ പോസ്റ്റ് ത്രൂ ആണ് നിങ്ങൾക്ക് ബുക്കുകൾ കിട്ടുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പാഴ്സൽ, ആ ഒരു പാഴ്സലിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും ബുക്കുകൾ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഒരു 4 സബ്ജക്റ്റ്, ചിലപ്പോൾ ഒരു 3 സബ്ജക്റ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇഗ്നോയിൽ നിന്ന് 2-3 പാഴ്സലൊക്കെ ആയിട്ട് വന്ന് കഴിയുമ്പോഴാണ് എല്ലാ ബുക്കുകളും നിങ്ങൾക്ക് കിട്ടിക്കഴിയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാഴ്സൽ കിട്ടുമ്പോൾ തന്നെ അയ്യോ എൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെ ബുക്കുകൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് പേടിക്കാതിരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ആ ഒരു ബുക്കുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഇൻ കേസ് ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് പേടിയാവുന്നുണ്ട്, ചില കുട്ടികൾ വന്ന് പറയാറുണ്ട് ഇത് വലിയ ടെക്സ്റ്റ് ബുക്കാണ്, ഇത്രയും ഞാൻ ഇന്ന് പഠിച്ചു കഴിയും എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഷോർട്ട് നോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇൻഫോടെക്കിന്റെ പക്കൽ റെഫറൻസ് ഗൈഡ് ബുക്കുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഈ ചാപ്റ്റർ വൈസ് നോട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതൊക്കെ ചേർത്തിട്ടുള്ള ഗൈഡ് ബുക്കുകളൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൈഡ് ബുക്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതാണ്. ഇനി നമുക്ക് അസൈൻമെന്റിനെ കുറിച്ചും എക്സാമിനെ കുറിച്ചും പറയാം. ഇഗ്നോയിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതും എല്ലാ സബ്ജക്റ്റുകളുടെ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ എല്ലാ സബ്ജക്റ്റുകളുടെയും എക്സാമും എഴുതിയിരിക്കണം. അപ്പോൾ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ, എന്നാണ് നമ്മുടെ എക്സാം, എന്നാണ് ഈ അസൈൻമെന്റ് ഒക്കെ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ 2026 ജൂലൈ സെക്ഷനിലെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ കാര്യം നമുക്ക് പറയാം. ഓക്കെ, ഇഗ്നോയിൽ 2 ടൈപ്പ് പ്രോഗ്രാംസ് ആണ് ഉള്ളത്. ഒന്ന് ഇയർ വൈസ് പ്രോഗ്രാമും മറ്റൊന്ന് സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ്. ഇയർ വൈസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരിക്കലായിരിക്കും എക്സാം, അസൈൻമെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി സെം വൈസ് പ്രോഗ്രാംസ് ആണ് അഥവാ സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസ് ആണെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ അഥവാ സെമസ്റ്റർ പാറ്റേണിലായിരിക്കും എക്സാമും അസൈൻമെന്റ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ പ്രോഗ്രാം സെം ആണോ ഇയർ ആണോ എന്നുള്ളത്? നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫീ അടച്ചിട്ടുള്ളത്, അഡ്മിഷൻ ടൈമിൽ ഫീ അടച്ചിട്ടുള്ളത് 1 വർഷത്തേക്കുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഇയർ വൈസ് പ്രോഗ്രാം ആണ് കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ MA ഇംഗ്ലീഷ് ആണ് എടുത്തെങ്കിൽ അത് 1 വർഷത്തേക്കുള്ള ഫീ ആയിരിക്കും അടച്ചിട്ടുണ്ടാവുക. അല്ല BA ഇംഗ്ലീഷ് ആണ് എടുക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമിൽ നോക്കുമ്പോൾ സെം 1ന്റെയും സെം 2ന്റെയും സബ്ജക്റ്റുകൾ അതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ
നിങ്ങളുടെ എല്ലാം ഇയർ വൈസ് പ്രോഗ്രാമുകളാണ്. പിന്നെ ഈ പറഞ്ഞതിൽ ചെറിയൊരു ചേഞ്ച് ഉള്ളത് എംകോമിന്റെയും BBA കേസാണ് കേട്ടോ. എംകോമും BBA സ്റ്റുഡൻസും ഇയർ വൈസ് ആയിട്ടാണ് ഫീ അടയ്ക്കുന്നതെങ്കിലും നിങ്ങൾക്ക് സെം വൈസിൽ എക്സാം അസൈൻമെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങളുടെ ഓപ്ഷൻ ഇഷ്ടമൊക്കെയാണ്. സെം വൈസോ ഇയർ വൈസോ ആയിട്ടൊക്കെ എംകോം BBA സ്റ്റുഡൻസിന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. BCA, MCA അല്ലെങ്കിൽ MSc പ്രോഗ്രാംസ് ഇവരൊക്കെ സെം വൈസിൽ വരുന്ന സ്റ്റുഡൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 6 മാസം കൂടുമ്പോൾ എക്സാം ഒക്കെ എഴുതി അസൈൻമെന്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴാണ് എക്സാം ഡേറ്റും അസൈൻമെന്റ് സബ്മിഷൻ ടൈം എന്ന് നോക്കിയാലോ. സെമസ്റ്റർ വൈസ് സ്റ്റുഡൻസിന് ഈ ജൂലൈ സെക്ഷനിൽ അഡ്മിഷൻ എടുത്ത സെം വൈസ് സ്റ്റുഡൻസിന് ഫസ്റ്റ് സെമ്മിന്റെ എക്സാം ഈ വരുന്ന 2026 ഡിസംബറിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇയർ വൈസ് സ്റ്റുഡൻസിന് ജൂലൈ സെക്ഷനിൽ അഡ്മിഷൻ എടുത്ത ഇയർ വൈസ് സ്റ്റുഡൻസിന് 2027 ജൂണോട് കൂടിയായിരിക്കും ഫസ്റ്റ് ഇയറിലെ പരീക്ഷകൾ വരുന്നത്. കാരണം ഇയർ വൈസ് ആണല്ലോ, ഒരു വർഷം ആകണ്ടേ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇഗ്നോയുടെ എക്സാം നടക്കുന്ന ആ ഒരു മാസം ഫിക്സഡ് ആണ്, അതിലൊരു ചേഞ്ചും ഇല്ല. ഡിസംബർ മാസവും അതുപോലെ ജൂൺ മാസത്തിലുമാണ് എക്സാംസ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഉള്ള ആളാണെങ്കിൽ എക്സാമിന് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. കാരണം മാസം അറിയാമല്ലോ, എക്സാം എന്താ അറിയാം, അതിനനുസരിച്ച് ലീവൊക്കെ എടുത്ത് നാട്ടിൽ വരാനൊക്കെ പറ്റും. ഇനി അസൈൻമെന്റിന്റെ സമയം നമുക്ക് നോക്കാം. എപ്പോഴാണോ എക്സാം അതിനൊരു 2 മാസം മുന്നേ ആയിട്ടാണ് എപ്പോഴും ഇഗ്നോയിൽ അസൈൻമെന്റ് സബ്മിഷൻ ടൈം വരുന്നത്. അതായത് ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ മാസമാണ് അസൈൻമെന്റ് സബ്മിഷന്റെ ടൈം. സെപ്റ്റംബർ തൊട്ട് അസൈൻമെന്റുകൾ സ്റ്റഡി സെന്റേഴ്സിൽ എടുത്ത് തുടങ്ങും. ഒക്ടോബർ 30 വരെയൊക്കെ ഡേറ്റ് ഉണ്ടാവും. ഇനി ജൂൺ മാസത്തിലാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഏപ്രിലാണ് അസൈൻമെന്റുകൾ വെക്കേണ്ട സമയം കേട്ടോ. അപ്പോൾ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ എഴുതണോ അല്ലെങ്കിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എവിടെ കിട്ടും എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഫോടെക്കിന്റെ പ്രോഗ്രാം വൈസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രോഗ്രാംസിനും ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസിനും പ്രോഗ്രാം വൈസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് വഴി യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ഇതൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പർ വാട്സ്ആപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ജോയിൻ ആവാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ അഡ്മിഷൻ എടുത്ത സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്റർ ഉണ്ടാവും. റീജിയണൽ സെന്റർ അല്ല, സ്റ്റഡി സെന്റർ. ആ ഒരു സ്റ്റഡി സെന്ററിലാണ് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി എക്സാം സെന്ററിനെ കുറിച്ച് ചില സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ എടുത്തിട്ടുള്ള സ്റ്റഡി സെന്റർ ഏതായിക്കോട്ടെ, അത് ട്രിവാൻഡ്രമോ കൊല്ലമോ പത്തനംതിട്ടയോ എറണാകുളമോ ഏതൊരു സ്റ്റഡി സെന്റർ എടുത്ത വിദ്യാർത്ഥി ആണെങ്കിലും എക്സാം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എഴുതാൻ പറ്റും കേട്ടോ. ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിലാണെങ്കിൽ എല്ലാ ജില്ലകളിലും ഇഗ്നോയുടെ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. ഓരോ ജില്ലയിൽ 2-3 സെന്റേഴ്സ് ഒക്കെ വെച്ച് എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എക്സാം ടൈം ആകുമ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട്. എക്സാം രജിസ്ട്രേഷൻ എന്ന് പറയും. എക്സാം ഫീ അടയ്ക്കുന്ന ഒരു പ്രൊസീജിയർ. ആ ടൈമിൽ നിങ്ങൾക്ക് അടുത്തുള്ള, നിങ്ങൾ ആ സമയത്ത് എവിടെയാണോ താമസിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന സെന്റർ ഏതാണോ ലിസ്റ്റിലുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു സെന്റർ ചൂസ് ചെയ്ത് അവിടെ പോയി നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ചില സ്റ്റുഡൻസ് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇഗ്നോയുടെ സ്റ്റഡി സെന്റേഴ്സ് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന്. സാധാരണ ഇഗ്നോ സ്റ്റഡി സെന്റേഴ്സ് ഒന്നും നമ്മുടെ അറിവിൽ അങ്ങനെ ഗ്രൂപ്പുകൾ കൊടുക്കാറില്ല. ചില സെന്റേഴ്സ് ഉണ്ട്, 1-2 സെന്റേഴ്സ് ഒക്കെ ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ സെന്ററിൽ പ്രോഗ്രാം വെച്ച് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജ് മുഖേനയൊക്കെ അറിയിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലെ മെമ്പർ ആവാം. പക്ഷേ ഇപ്പോൾ കൂടുതൽ സ്റ്റഡി സെന്റേഴ്സും ഈ ഗ്രൂപ്പ് ഒക്കെ മാറ്റിയിട്ട് വാട്സ്ആപ്പ് ചാനൽസ് ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ശ്രീ കേരളവർമ്മ കോളേജ്, മാർ വാനിസ് ട്രിവാൻഡ്രം, പിന്നെ കത്തോലിക്കറ്റ് കോളേജ്, CMS കോളേജ്, ഇവർക്കൊക്കെ ഓരോ വാട്സ്ആപ്പ് ചാനൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെന്റർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ കിട്ടും. സെന്റർ റിലേറ്റഡ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ അസൈൻമെന്റ് സബ്മിഷൻ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ ഇൻഫോടെക്കിന്റെ ഗ്രൂപ്പിൽ കിട്ടുന്ന ആ ടൈപ്പ് അപ്ഡേറ്റ് സെന്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഫ്രഷ് അഡ്മിഷൻ സ്റ്റുഡൻസ് അതുപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇൻഡക്ഷൻ മീറ്റിംഗ്. ഇൻഡക്ഷൻ മീറ്റിങ്ങിനെ കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു വേർഡ് ഇൻഡക്ഷൻ മീറ്റിംഗ്. ഇതെന്താണെന്ന് വെച്ചാൽ ഫ്രഷ് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനായിട്ട് അതാത് സ്റ്റഡി സെന്റേഴ്സ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. ഈ മീറ്റിംഗിൽ നിങ്ങൾ എക്സാമിനെ കുറിച്ചും അസൈൻമെന്റിനെ കുറിച്ചും പിന്നെ ഈ ഒരു പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ പൊതുവായ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ് ഇൻഡക്ഷൻ മീറ്റിംഗ്. ഓക്കെ, അത് ഒട്ടുമിക്ക എല്ലാ സെന്റേഴ്സിലും ഇൻഡക്ഷൻ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ഇൻഡക്ഷൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മീറ്റിംഗിന്റെ സമയത്ത് നിങ്ങൾക്ക് മെയിൽ ഓർ മെസ്സേജ് വരും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മീറ്റിംഗ് നേരിട്ട് പോയി ഇൻ പേഴ്സൺ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പോയി കഴിഞ്ഞാൽ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവും. വേറെ കാര്യങ്ങളൊന്നുമില്ല, വേറെ ഇതിന് അറ്റൻഡൻസോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഡക്ഷൻ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് നേരിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അറ്റൻഡൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇഗ്നോ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസിനുള്ള വേറൊരു ഡൗട്ടാണ്, ഇഗ്നോ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ക്ലാസ് ഉണ്ടെങ്കിൽ തന്നെ അറ്റൻഡൻസ് മാൻഡറ്ററി ആണോ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇഗ്നോ യൂണിവേഴ്സിറ്റി അഥവാ ഈ ഒരു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണല്ലോ. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരുപാട് ക്ലാസ്സസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ കൂടുതൽ സെൽഫ് സ്റ്റഡിയാണ് ചെയ്യേണ്ടത്. സെൽഫ് സ്റ്റഡി ചെയ്യാന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബുക്കുകൾ കിട്ടുമല്ലോ, ആ ഒരു ബുക്ക് യൂസ് ചെയ്ത് നിങ്ങൾ സ്വയം പഠിക്കുക സമയം കിട്ടുന്ന അനുസരിച്ച്. അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ റെഫർ ചെയ്യാം, യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ റെഫർ ചെയ്യാം, ഗൂഗിളൊക്കെ നോക്കി നിങ്ങൾക്ക് തന്നെ സമയം കിട്ടുന്നത് പോലെ സ്വയം പഠിക്കാം. ഇതാണ് അവർ തന്നെ പറയുന്ന ഒരു കാര്യം. പക്ഷേ എല്ലാ സബ്ജക്റ്റിനും നമുക്ക് സെൽഫ് സ്റ്റഡി നടക്കില്ല, പോസിബിൾ അല്ല. പ്രത്യേകിച്ച് BCA, MCA അല്ലെങ്കിൽ ചില സൈക്കോളജി, MSc പ്രോഗ്രാംസിനൊക്കെ ചില വിഷയങ്ങൾക്ക് ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് വേണം. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് സ്റ്റഡി സെന്റേഴ്സിൽ നിന്ന് ക്ലാസ്സുകൾ അവർ നൽകുന്നുണ്ടാവും കേട്ടോ. അത് ഈ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലൊക്കെയാണ് സാധാരണ കണ്ടക്ട് ചെയ്യുന്നത്. അതും എക്സാമിന് ഒരു 1-2 മാസം മുന്നേ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട് ഈ മേൽ പറഞ്ഞ വിഷയത്തിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ അവർ നൽകാറുണ്ട്. അതും ക്ലാസ് ഉണ്ടെങ്കിൽ അവർ അറിയിക്കുന്നതാണ് സ്റ്റുഡൻസിന്. താല്പര്യം ഉണ്ടെങ്കിൽ പോകാം. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് പ്രാക്ടിക്കൽ ക്ലാസ്സസ്. BCAയുടെയും MCAയുടെയും അല്ലെങ്കിൽ MSc ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളുണ്ട്, അഥവാ ലാബ് വരുന്ന പേപ്പേഴ്സ് ഉണ്ട്. ലാബ് വരുന്ന സബ്ജക്റ്റുകൾക്ക് ക്ലാസ്സുകൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ പോയേ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ലാബൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രധാന സെന്ററാണ് SH ദേവര എറണാകുളം. അതുപോലെ മാർ വാനിസ് കോളേജ് ഒക്കെ ഉണ്ട്. ചില വിഷയങ്ങൾക്ക് ചില സെന്റേഴ്സ് മാത്രമാണല്ലോ ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ BCAയുടെ MCAയുടെ ഒക്കെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ എക്സാമിന് മുമ്പായിട്ട് ഇവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലാസ്സിന് പോകേണ്ടി വരും കേട്ടോ. പ്രാക്ടിക്കലൊക്കെ ഉള്ള സബ്ജക്റ്റിന് ക്ലാസ്സിന് പോയാലേ നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷ
എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. തിയറി വിഷയങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമില്ല, സ്വയം പഠിച്ച് സ്വയം പരീക്ഷകൾ എഴുതാനായിട്ട് സാധിക്കും. ഫ്രഷ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഇതിനോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് റീ രജിസ്ട്രേഷൻ. എന്താണ് ഈ റീ രജിസ്ട്രേഷൻ? അഡ്മിഷൻ എടുത്തതിന് ശേഷം അടുത്ത സെമ്മിലേക്ക് അഥവാ അടുത്ത ഇയറിലേക്ക് അഡ്മിഷൻ പുതുക്കുന്ന ഒരു പ്രൊസീജിയറാണ് റീ രജിസ്ട്രേഷൻ. ഉദാഹരണം, 2026 ജൂലൈ സെക്ഷനിൽ MA ഹിസ്റ്ററിക്ക് ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തു എന്ന് കരുതുക. ആ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ ടൈമിൽ ഒരു വർഷത്തിലേക്കുള്ള ഫീ മാത്രമായിരിക്കുമല്ലോ അടച്ചിട്ടുണ്ടാവുക. അപ്പോൾ അടുത്ത വർഷം ജൂൺ ആവുന്ന ആ ഒരു വർഷം ആവുന്ന സമയത്ത് രണ്ടാമത്തെ വർഷത്തിലേക്ക് ഫീ അടച്ച് അഡ്മിഷൻ പുതുക്കുന്ന അഥവാ സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് റീ രജിസ്ട്രേഷൻ. ഇനി സെം വൈസ് സ്റ്റുഡൻസ്, BC MCA ഒക്കെ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്ത് 6 മാസം ആവുന്ന സമയത്ത്, അതായത് ഒരു ജനുവരി ഡിസംബർ ഒക്കെ ആവുന്ന സമയത്ത് രണ്ടാമത്തെ സെമ്മിലേക്ക് അല്ലെങ്കിൽ അടുത്ത സെമസ്റ്ററിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്ത് അഡ്മിഷൻ പുതുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ റീ രജിസ്ട്രേഷന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ചാനൽ ത്രൂ ഇൻഫോടെക്കിന്റെ ഗ്രൂപ്പ് വഴിയൊക്കെ അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് അഡ്മിഷൻ സ്റ്റുഡൻസ് ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മുമ്പ് പറഞ്ഞ പോലെ പ്രോഗ്രാം വൈസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഗൈഡ് ബുക്കുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട്, അസൈൻമെന്റുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഫോടെക്കിന്റെ വാട്സ്ആപ്പ് നമ്പറായ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ ഇൻഫോർമേഷൻസ് കിട്ടുന്നതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.